സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഈ ദിവസം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. 9 കുട്ടികൾ റെഡിയായി ട്രാക്കിൽ അണിനിരന്നു. മത്സരത്തിനുള്ള വിസിൽ ശബ്ദം കേൾക്കാൻ അവർ കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ്. വിസിൽ മുഴങ്ങി അവർ 9 പേരും ഓട്ടം തുടങ്ങി. വാശിയോടെ മുന്നേറിയ ആ ഓട്ടത്തിനിടയിൽ ഒരു കുട്ടിക്ക് കാലിടറി. അവൻ ട്രാക്കിൽ വീണുപോയി. ഇത് കണ്ട മറ്റ് 8 കുട്ടികളും ഓട്ടം നിർത്തി അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. അവർ അവനെ താങ്ങിയെടുത്ത് അവൻ്റെ കാൽ തടവി ഉഷാറാക്കി. അവർ ഒന്നിച്ച് വീണ്ടും ഓട്ടം തുടർന്നു. അങ്ങനെ ആ 9 പേരും ഒരുമിച്ച് ഒരേ സമയം ഫിനിഷിംഗ് പോയിന്റിലെത്തി. നോക്കുക, എനിക്ക് വൈകല്യമൊന്നുമില്ല എന്ന് അഭിമാനിക്കുന്ന നാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പരാജയത്തിലും വീഴ്ചയിലും നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എല്ലാവരേക്കാൾ മുന്നിലെത്തണമെന്നും എല്ലാവരേക്കാൾ മുന്നിലെത്തിക്കണമെന്നുമാണല്ലോ നമ്മുടെയൊക്കെ ചിന്ത. അതിന് മറ്റൊരാളുടെ വീഴ്ച ഗുണമായല്ലോ എന്ന് നാം കരുതും, അല്ലേ? എന്നാൽ മത്സരത്തിനിടയിലും കൂട്ടുകാരനെ കുറിച്ചുള്ള ഈ കുട്ടികളുടെ കരുതൽ ഒന്നോർത്തു നോക്കിക്കേ. അവരിൽ തെളിഞ്ഞു കാണുന്ന മനോഭാവം എന്താണ്? എല്ലാവരേക്കാൾ മുന്നിലെത്തണം എന്നതല്ല, എല്ലാവരും എന്നോടൊപ്പം മുന്നിലെത്തണം എന്നതായിരുന്നില്ലേ അവരെ ഭരിച്ച വികാരം. പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരുടെ സഹായവും കരുതലും നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അത് തക്ക സമയത്ത് നൽകാതിരിക്കുന്നവരെ ദുഷ്ടന്മാർ എന്ന് നാം ഹൃദയത്തിലെങ്കിലും പറയുന്നു. എന്നാൽ സഹായം ആവശ്യമുള്ള മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. നോക്കുക, ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 11:17. നോക്കുക, ആവശ്യത്തിലിരിക്കുന്ന ഒരുവനെ സഹായിക്കുമ്പോൾ ആത്യന്തികമായും അത് തനിക്ക് തന്നെ നന്മ ചെയ്യുന്നതാകുന്നു എന്നാണ് ശലോമോൻ പറയുന്നത്. മാത്രമല്ല, തുടർന്ന് സദൃശവാക്യങ്ങൾ 11:25 താൻ പറയുന്നു, ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. മറ്റൊരുവനെ സഹായിക്കുന്നത് കൊണ്ട് തനിക്കൊരിക്കലും ഒന്നും കുറഞ്ഞു പോകില്ലെന്ന് മാത്രമല്ല, അത് തൻ്റെ അഭിവൃദ്ധിക്ക് തൻ്റെ കാരണമാകും എന്ന് ശലോമോൻ പറയുകയാണ്. ബലഹീനരെ അവഗണിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു. നോക്കുക, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമല്ലോ. മത്തായിയുടെ സുവിശേഷം 25:45. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി നാം എത്ര ശുഷ്കാന്തിയുള്ളവരാണല്ലേ? എന്നാൽ അതിനുള്ള മാർഗത്തെക്കുറിച്ചും അവസരത്തെക്കുറിച്ചുമാണ് കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നത്. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കുക, ഭൗതിക പരാധീനതകൾ മൂലം ഇറങ്ങിക്കഴിയുന്നവർ, ആത്മീക അന്ധത മൂലം സത്യമാർഗം അറിയാതെ തപ്പി നടക്കുന്നവർ, ഇങ്ങനെ എത്രയോ പേരുടെ കരങ്ങൾ നമുക്ക് ചുറ്റിലും അറിഞ്ഞും അറിയാതെയും സഹായത്തിനായി ഉയരുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. റോമാലേഖനം 15:1. അതെ, ജീവിതമെന്ന ഈ ഓട്ടത്തിൽ നാം വിജയിക്കുക തന്നെ വേണം. ഒപ്പം മറ്റു ചിലരെ വിജയിക്കാൻ സഹായിക്കുക കൂടി ചെയ്യുന്നത് എത്ര ചാരിതാർത്ഥ്യമായിരിക്കും, അല്ലേ? മാത്രമല്ല, അത് ക്രിസ്തുവിൻ്റെ കൽപ്പന നിവർത്തിക്കലുമാണ്. ഗലാത്യലേഖനം 6:2 നാം വായിക്കുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പ്രിയ സുഹൃത്തെ, ഇന്നു പകലിൽ എൻ്റെ സഹായം ആവശ്യമുള്ള ഒരാളിലേക്ക് എൻ്റെ കരങ്ങൾ ഞാൻ നീട്ടുമെന്ന് താങ്കൾ തീരുമാനിക്കുമോ? കർത്താവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ. തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രം.